ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മുട്രമല, മരുത്തിമല എന്നൊക്കെ പറയുന്ന കൊല്ലത്തെ തന്നെ ഒരു ഫേമസ് പ്ലേസിലാണ് നിൽക്കുന്നത്. ഇത് ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. തന്നെ അമ്മ വിളി തുടങ്ങി. അവിടുന്ന് ഇവിടെത്തിയേ ഉള്ളൂ. ഹലോ ഗൈസ്, ഇവിടെ അടിപൊളിയാണ്. നെല്ലിക്ക കഴിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ അണച്ചു ഗൈസ്. ഇതൊക്കും വലിയ മലകളൊക്കെ ഞാൻ കേറിയിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് ക്ഷീണിക്കുന്നു ഇപ്പൊ. ദേഹം അനങ്ങത്തില്ല ഗൈസ്. അനങ്ങാത്തോണ്ടാണ്. ഹായ്, അപ്പോ എന്റെ ഫാനാണ് തോന്നുന്നു. അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാൻ വരുന്നൊന്ന് മുൻകൂട്ടി അറിഞ്ഞു. ഇവിടെ ഹനുമാൻ ടെമ്പിൾ ഉണ്ടോ? ആക്ച്വലി എന്തൊക്കെയോ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് അറിയത്തില്ല. അടിപൊളി ഗൈസ്. ഇവിടെ എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, മണിയൊക്കെ കെട്ടിയിട്ടേക്കുന്ന. നോക്കൂ ഗൈസ്, അടിപൊളിയാണ് ഇവിടെ. എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ആരും ഇങ്ങനെ ഓടാൻ പാടില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഓടിയതാ. ഗൈസ്, ഞാൻ ഇവിടെ ഓടി ക്ഷീണിച്ചു, അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. സുബിന്റെ ഫോട്ടോ അപ്പം എടുത്തു കൊടുക്കുന്നു. പാവം കിടന്നൊക്കെ എടുക്കുക. നോക്ക് എന്താ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ. ഹലോ ഗായ്സ്, ഇനി അപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഇനി അങ്ങോട്ട് പോകാം. വരുന്നില്ല. കടന്ന് ഓടി അല്ല ഓടി. ഇവിടെ തന്നെയുള്ള സെക്കൻഡ് സ്പോട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്നാൽ കുറേ പള്ളിയും, മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും എല്ലാ പള്ളികളും കാണാൻ പറ്റും. ഓക്കെ, ആക്ച്വലി ഇവിടെ കൂടുതൽ കപ്പിൾസ് ആണുള്ളത്. ലവേഴ്സിന് പറ്റിയ സ്പോട്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടെ മറ്റേ പോലീസ് എന്തോ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പോലീസ് ഉണ്ട് ഇവിടെ. സംഭവം സേഫായിട്ടുള്ള സ്ഥലമാണ്. എങ്ങോട്ടൊക്കെയോ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ, സംഭവം കൊള്ളാം. ട്രക്കിങ്ങിനൊക്കെ പോണ പോലത്തെ ഒരു ഫീല്, പക്ഷേ അത്ര വലിയ ഇതല്ല. ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്നാ പറയുന്നത്, പക്ഷെ ഞാനിപ്പോൾ പോണില്ല. എനർജി ഇല്ല എനിക്ക് പോകാനുള്ള. കാണുന്നതൊക്കെ സ്കൂളാണ്. ഏതാ? ആ വഴി, ആ ജംഗ്ഷനിൽ കൂടിയുള്ള വഴിയാണ്, കറങ്ങിയാണ് നമ്മൾ വന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ ബൈക്കൊക്കെ ഇരിക്കുന്ന സ്ഥലം? അത് വഴിയാണ് ഞങ്ങൾ വന്നത്. വെറൈറ്റി ആയിട്ടുള്ള പൂവാണോ എന്തോ, പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ കണ്ടതി വെച്ച് നല്ല ഭംഗിയുള്ള പൂവ്. ആക്ച്വലി ഞങ്ങൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയേനാ ഞാൻ. ശരിക്കും തിരിച്ചു പോകാൻ പോവുകയാണ്. അതെ, തിരിച്ചു പോകണം. അതിൻ്റെ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നല്ല വ്യൂ പോയിന്റ്. പൊന്മുടിയിലൊക്കെ പോണേൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു സാമ്യമുണ്ട്, പക്ഷെ പൊന്മുടി ഇതിൻ്റെ അടിപൊളിയാണ്. കൊല്ലത്ത് ശരിക്കും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്.
ഇപ്പോഴാണ് അറിയുന്നത്. ഇവനാണ് കൊണ്ടുവന്നത്. നമ്മളെ കോളേജ് കട്ട് ചെയ്ത് ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളല്ല ഇവൻ. ഞാൻ പക്ഷെ ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഒരാളെ കൂടെ കാണിച്ചു തരാം. അപ്പു, ഹായ് അപ്പു. ബിഗ് റൈഡർ, ബിഗ് റൈഡർ. അമ്മമാര് വിളിക്കുന്നുണ്ട്, എന്താ നോക്കിയിട്ട് വരാം. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ വലിയ ആൾക്കാരൊന്നും കാണത്തില്ല. ഞാൻ പോവുകയാണ്. ഇനി ഒരു തിരിച്ചുവരവില്ല. ഞങ്ങൾ എന്നിട്ട് അതിലേ പോകാൻ പോകുന്നത്. നിങ്ങൾ പോയിട്ട് നാളെ വാ. ശരിയൊന്നും ഗൈസ്, മനുഷ്യനെ പോലെ സ്വഭാവം മറന്ന് നമ്മുടെ ഓന്തുകുട്ടനെ നമ്മളിവിടെ കണ്ടു. അടിപൊളിയുണ്ട്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കളർ. ഇപ്പം നോക്കൂ കിടില സ്പോട്ടാണ്. അത് അവിടെ കൃഷിയുണ്ടോ എന്ന് തോന്നുന്നു. ഇത് നോക്കുക, അതിൻ്റെ മുകളിൽ കൂടെ കയറി അവിടെ പോയിരിക്കാം നമുക്ക്. ഇപ്പം അവിടെ കുറേ ആൾക്കാരുണ്ട്. അവരിറങ്ങിക്കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫോട്ടോസൊക്കെ എടുക്കും എല്ലാവരും. പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നതിന്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായ സ്ഥലം, അതേ പറയാനുള്ളൂ. ശാന്തവും ശാന്തവും ഹരിയുമായ രാസനും വിശ്വമോചനം കൂടാൻ പറ്റിയ സ്ഥലമാണ്. ഇവൻ 2-3 തവണ ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. ധ്യാനത്തിന് കോളേജ് ഇവിടെ വന്ന് തപസ്സിരുന്ന മിന്നൽ ദേവൻ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന കേട്ടു. ഓ, മിന്നല് തട്ടിപ്പോകും ഉടനെ. പിന്നെ ഇവിടെ വേറെ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് ഇതാ വീണ്ടും കൊണ്ടുപോകണു. അമ്മേ ഇതെന്താ സ്റ്റേജോ? ഇത് കൊള്ളാം. ഇവിടെ വന്ന് ഇരിക്കാം. വെയിലുള്ള സമയത്ത്. ഇതിപ്പോ ഞങ്ങൾ മഴയുള്ള സമയത്ത് ഇവിടെ വന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോണം. പോവാണോ? സിമ്പിളായിട്ട് എനിക്ക് പറ്റി. അപ്പൊ നിനക്കും പറ്റി.